പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരൻ എം.ടി. വാസുദേവൻ നായരെയും മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിനെയും അനുസ്മരിച്ചു. പ്രസ് ക്ലബ് ഹാളിൽ നടന്ന ചടങ്ങ് സാഹിത്യകാരൻ പി. രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പ്രസ് ക്ലബ് പ്രസിഡന്റ് സി. മൂസ പെരിങ്ങോട് അധ്യക്ഷനായി. കവി രാജേഷ് നന്ദിയംകോട്, സി.എസ്. ഗോപാലൻ, ടി.വി.എം. അലി, സി.എം. വേണുഗോപാൽ കോതച്ചിറ, യു. വിജയകൃഷ്ണൻ, ആർട്ടിസ്റ്റ് രേവതി വേണു, രാജേഷ് കൊട്ടാരത്തിൽ, എ.വി. ശ്രീനിവാസൻ തുടങ്ങി കൂറ്റനാട്ടെ സാംസ്കാരിക പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു. തൃത്താല ഹൈസ്കൂളിൽ 1979-80 അധ്യയന വർഷം 10ാം ക്ലാസ് പഠിച്ചവരുടെ കൂട്ടായ്മയായ നിളയോരം 80ന്റെ നേതൃത്വത്തിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഞായറാഴ്ച നടക്കും. വെള്ളിയാങ്കല്ല് പൈതൃക പാർക്കിലാണ് സംഗമം നടത്തുക എന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 5 വർഷം മുമ്പ് രൂപീകരിച്ച നിളയോരം ഗ്രൂപ്പാണ് തൃത്താല ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങൾക്ക് തുടക്കമിട്ടതെന്നും കഴിഞ്ഞ കുറേ വർഷങ്ങളായി നിരവധി പ്രവർത്തനങ്ങൾ, ഒത്തുചേരലുകൾ, യാത്രകൾ എന്നിവ നിളയോരം ഗ്രൂപ്പ് നടത്തിയിട്ടുണ്ടെന്നും സംഘാടകർ പറഞ്ഞു. സഹപാഠികളിൽ അർഹരായവർക്ക് ധനസഹായം നൽകുന്നതിനും അവരെ ചേർത്ത് പിടിക്കുന്നതിനും നിളയോരം മുൻഗണന നൽകുന്നുണ്ട്. ഈ ഗ്രൂപ്പിലെ മുഴുവൻ പേർക്കും 2025-ൽ 60 വയസ്സ് തികയുന്നതിനാൽ ഇത്തവണ ഈ സംഗമത്തിന് 60+ എന്ന വിശേഷണം നൽകിയിട്ടുണ്ടെന്ന് നിളയോരം 80 കൂട്ടായ്മയുടെ ഭാരവാഹികളായ യു. വിജയകൃഷ്ണൻ, രാധാകൃഷ്ണൻ ആലുവീട്ടിൽ, മൊയ്തീൻകുട്ടി, ജയശ്രീ ഹരിദാസ്, എ.വി. ശ്രീനിവാസൻ, അബ്ദുൾ റസാഖ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഗ്രൂപ്പ് ഫോം ചെയ്തിട്ട് ഏതാണ്ട് 5 വർഷത്തിലധികമായി. ഈ വർഷം ഞങ്ങൾക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. 80 SSLC എഴുതിയ അന്നത്തെ വിദ്യാർത്ഥികൾ ഇന്ന് 60 വയസ്സ് തികഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഈ വർഷത്തെ നിളയോരം 80യുടെ നിളയോരം 80ന്റെ സംഗമത്തിന് പേര് കൊടുക്കുകയാണ് നിളയോരം 60+ എന്നാണ്. എൻ്റെ ഉദ്ദേശം തന്നെ അത് വ്യക്തമാണ്. ഏതാണ്ട് 100-ലധികം പേർ, 150ഓളം പേർ പങ്കെടുക്കുന്ന 60 വയസ്സ് ആഘോഷിക്കുന്ന ഒരു ചടങ്ങാണ് ഞങ്ങൾ 29-ാം തീയതി 29/12/24 തൃത്താല വെള്ളിയങ്കല്ല് പാർക്കിൽ വെച്ച് നടത്താൻ ഉദ്ദേശിക്കുന്നത്. അതിൽ കുറേ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള മറ്റുള്ളവർ കൂടി അറിയുന്നതിന് വേണ്ടിയാണ് ഇന്നത്തെ ഈ പ്രസ് കോൺഫറൻസ് ഞങ്ങൾ വിളിച്ചിട്ടുള്ളത്. പത്രങ്ങളിലൂടെയോ ചാനലുകളിലൂടെയോ ബന്ധപ്പെട്ട് അറിഞ്ഞ് മറ്റുള്ള എല്ലാവരും പങ്കെടുക്കണമെന്നാണ് ഞങ്ങൾക്ക് ഈ വേളയിൽ അഭ്യർത്ഥിക്കാനുള്ളത്. നിളയോരം 80യുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ രൂപീകരിച്ചിട്ട് 5 വർഷത്തിലധികമായി ഓരോ വർഷവും ഞങ്ങൾ ഒരു മഹാസംഗമം എന്നുള്ള രീതിയിൽ നടത്താറുണ്ട്. മാഗസിൻ സുവനീറുകൾ തയ്യാറാക്കുകയുണ്ടായി. 2 വർഷങ്ങളിലും കുട്ടികളുടെ നമ്മുടെ ഈ ഗ്രൂപ്പിലെ പങ്കാളികളുടെ സൃഷ്ടികൾ ചേർത്തുകൊണ്ട്, അതുപോലെ കൊച്ചു കൊച്ചു യാത്രകൾ, 2 യാത്രകൾ ഈ അംഗങ്ങളുടെ ടീം അംഗങ്ങൾക്ക് പങ്കെടുക്കുന്ന യാത്രകൾ നടത്തി. അതിൻ്റെ ഒരു പ്രത്യേകത പറയുകയാണെങ്കിൽ അന്നത്തെ സ്കൂൾ കാലഘട്ടങ്ങളിൽ അധ്യയന യാത്ര, പഠനയാത്രയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അന്നത്തെ യാത്രയിൽ പങ്കെടുക്കാൻ കഴിയാത്ത കുട്ടികളാണ് ബഹുഭൂരിപക്ഷവും. അന്നൊക്കെ വളരെ ചുരുക്കം പേർക്കാണ് അത്തരം ഒരു യാത്രയിൽ പണം കൊടുത്ത് പോകാൻ പറ്റുക. ആ ഒരു കുറവ് ഒരു 10-40 വർഷത്തിന് ശേഷം നികത്തുക എന്ന വളരെ രസകരമായ ഒരു അനുഭവം ഒരുക്കാൻ ഈ ഗ്രൂപ്പിന് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ അന്നത്തെ കുട്ടികളായിട്ട് അധ്യാപകരും ഒന്നുമില്ലെങ്കിലും അന്നത്തെ കുട്ടികളൊക്കെ ഒത്തുചേർന്ന് മറ്റൊരു യാത്ര, അങ്ങനെ 2 യാത്രകൾ ഞങ്ങൾ പറമ്പിക്കുളത്തേക്ക്, അതുപോലെ ആലപ്പുഴ ബോട്ട് യാത്ര, അങ്ങനെയുള്ള അനുഭവങ്ങൾ ഒരുക്കാനൊക്കെ ഈ ഗ്രൂപ്പിന് സാധിച്ചു എന്നത് വളരെ സന്തോഷകരമാണ്. അത് ആവേശകരമായ അനുഭവം തുടരാൻ ഞങ്ങൾ തൽപരരാണ്. ആ ഒരു സന്തോഷം കൂടി പങ്കുവെച്ചുകൊണ്ട്